വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ നെട്ടൂർ, പനങ്ങാട്, കുമ്പളം, മാടവന, ചേപ്പനം, തൃപ്പൂണിത്തുറ, പേട്ട, മരട്, തേവര മഹല്ലുകൾ സംയുക്തമായി സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും നെട്ടൂർ മഹല്ല് ഓഡിറ്റോറിയത്തിൽ വെച്ച് നെട്ടൂർ മഹല്ല് മുസ്ലിം ജുമായത്ത് ചീഫ് ഷിഹാബുദ്ദീൻ അമാനി ഉദ്ഘാടനം ചെയ്തു. കണ്ടന്തറ മുസ്ലിം ജുമായത്ത് ചീഫ് ഇമാം ഡോക്ടർ ഹാഫിസ് ജാഹിരി അൽ അസ്ഹരി മുഖ്യപ്രഭാഷണം നടത്തി. നെട്ടൂർ മഹല്ല് ഓഡിറ്റോറിയത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലിയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എങ്ങിനാണ് യുദ്ധ കോലാഹലം നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. നമ്മുടെ പാർലമെന്റിൽ ബില്ലായി വരികയും നിയമമായി പാസാക്കിയെടുക്കുകയും ചെയ്ത വഖഫിന് ഒന്നാമതായി രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരാണ്. ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ വിശ്വാസികൾ വിളിച്ചു പറയുന്നു, പാർലമെന്റിൽ അവതരിപ്പിച്ച വഖഫ് ബില്ലുള്ള ഞങ്ങൾക്ക് മനസ്സില്ല. ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ് ഞങ്ങൾക്ക് കൂട്ടുള്ളത്. ഭരണഘടന നൽകുന്ന അവകാശങ്ങളെ ധ്വംസിക്കുന്ന ഒരു ബില്ലിനോ കൂട്ടുനിൽക്കാൻ രാജ്യത്തെ മുസ്ലിങ്ങളെന്നല്ല അതേത് ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും കഴിയുകയില്ല. ഈ വഖഫ് സ്വത്തുകൾ എന്തിനാണ് നോട്ടമിടുന്നത്? ആലോചിച്ചു നോക്കൂ. നമ്മുടെ നാട്ടിലെ വഖഫ് സ്വത്തുകൾ എത്രയാണ്? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വഖഫ് സ്വത്തുകൾ, ആ വഖഫ് സ്വത്തുകൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഇസ്ലാമിക ആരാധനകൾക്ക്, നമ്മുടെ അടുത്ത തലമുറയുടെ സ്വഭാവ സംസ്കരണ രൂപീകരണങ്ങൾക്ക്, വിവിധ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് മുസ്ലിം ഉമ്മത്തിന്റെ വളർച്ച തന്നെ വഖഫ് സ്വത്തുകളെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഉസ്മാനിയ ഖിലാഫത്തിന്റെ കാലത്ത് യൂറോപ്യന്മാരിൽ പഠിച്ച ഒരു സംഭവമുണ്ട്. മുസ്ലിങ്ങൾ എങ്ങനെയാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്നത്? അവർക്ക് എങ്ങനെയാണ് ചാരിറ്റി നടത്താൻ കഴിയുന്നത്? അവർക്ക് കൃത്യമായ ഫണ്ട് എവിടെ നിന്നാണുള്ളത്? ഏതാണ് അവർ ഉപയോഗപ്പെടുത്തുന്നത്? എങ്ങനെയാണ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? അതിന്റെ എല്ലാം ഉത്തരം വഖഫ് എന്നുള്ളതായിരുന്നു. ഓരോ തലമുറയിലെയും മനുഷ്യർ തങ്ങളുടെ മതത്തിനു വേണ്ടി, ആരാധനകൾക്ക് വേണ്ടി, പാപങ്ങൾക്ക് വേണ്ടി പല ഇടങ്ങളിലായി പ്രഖ്യാപിച്ചു വെച്ചിട്ടുള്ള വഖഫ് സ്വത്തുകളിൽ നിന്നാണ് മുസ്ലിങ്ങൾ ഈ സമൂഹത്തെ നിർമ്മിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ അക്കാലത്തെ യൂറോപ്യന്മാർ വഖഫിനെ പകർത്തി എന്ന ചരിത്രം നമ്മളോട് പറയുകയാണ്. പല സ്ഥലങ്ങളിലും ഇതുപോലെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാവുന്ന സ്ഫോടനങ്ങൾ ഉണ്ടാവാം. ആരാണ് എന്നൊക്കെ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം, ഇന്ത്യ രാജ്യത്തിന് ഏത് ഭരണഘടനയാണോ വിഭാവനം ചെയ്യുന്നത് അതനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഇവിടുത്തെ മുസ്ലിം ഉമ്മത്തിനുണ്ട്. ഇവിടുത്തെ ഭരണകർത്താക്കളോട് പറയാനുള്ളത്, RSSന്റെ ആസ്ഥാനത്ത് നിന്ന് കൊടുക്കുന്ന നിബന്ധനകൾ അനുസരിച്ചാണ് ഇന്ത്യയെ ഭരിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒന്നേ മുസ്ലിം ഉമ്മത്തിന് പറയാനുള്ളൂ. ബഹദൂർ ഷാ സഫറിനോട് പറഞ്ഞ ബഹദൂർ ഷാ സഫറിനെ ബ്രിട്ടീഷുകാർ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് രാജ്യം നാടുകടത്തുമ്പോ ഒന്നേ ചോദിച്ചു പോലും അല്ലയോ ബഹദൂർ ഷാ സഫർ? അതിന്റെ അവസാനത്തെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചപ്പോ ബഹദൂർ ഷാ സഫർ പറഞ്ഞ ഒരേ ഒരു വാക്കാണ് ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന് പറയാനുള്ളത്. എന്തേ പറഞ്ഞത്? എന്നെ കൊണ്ടുപോയി ആളുകൾ മണ്ണിലേക്ക് കിടക്കി വെക്കുമ്പോ എന്റെ കവളോട് ചേർന്ന് കേട്ടത് ഈ ഭാരതാംബയുടെ മണ്ണാണ് എന്ന് പറഞ്ഞ ആ ബഹദൂർ ഷാ സഫറിന്റെ പിൻഗാമികളാണ് നമ്മളെന്ന് ഈ രാജ്യത്തിന്റെ ഭരണകർത്താക്കളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്.